ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വയനാട്ടിലെ ഒരു പ്രീമിയം റിസോർട്ടിൽ പോയി താമസിച്ചാലോ? ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാനൊരു ഫുഡ് ബ്ലോഗർ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയ ഒരു നിമിഷമായത്. കാരണം അത്രയ്ക്ക് ഫുഡ് കഴിച്ച് ശരിക്കും ഒരു വഴിക്കായി പോയി. ഇതൊരു നേരത്തെ ഫുഡ് മാത്രമാണ് കേട്ടോ ഈ കാണിച്ചത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും 4 മണിക്കത്തെ ചായ അടക്കം ഫുഡിന് വേണ്ടി മാത്രം ഒരു റിസോർട്ട് തുടങ്ങിയതാണോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഫുഡ് മാത്രമല്ല, ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും കിടിലൻ ഒരു ട്രക്കിങ്ങും ഒരു ഓഫ് റോഡ് സഫാരി അടക്കം അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ്. സൺസെറ്റും സൺറൈസും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നത് നമ്മുടെ ബാണാസുര മലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിങ്സ് നമുക്ക് കിട്ടാറുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കസ്റ്റമൈസ്ഡ് ട്രിപ്പും ടൂർ പാക്കേജുകളും ട്രക്കിങ്ങും അങ്ങനെ സകല ആക്ടിവിറ്റീസും സെറ്റാക്കി കൊടുക്കുന്ന പീക്ക് ടൈൽ ട്രിപ്സ് എന്നുള്ള ട്രാവൽ കമ്പനിയാണ് കേട്ടോ നമുക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പ്രോപ്പർട്ടീസൊക്കെ ബുക്ക് ചെയ്യാനായി അവരുമായിട്ട് ബന്ധപ്പെടുക. ഞാനതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റിസോർട്ട് ഏതാണെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, നമ്മുടെ വൈൽഡ് പ്ലാനറ്റിൻ്റെ ബാണ ഹൈറ്റ്സ് ആണ് കേട്ടോ. വൈൽഡ് പ്ലാനറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ തന്നെ ദേവാലയമുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. നമ്മുടെ ഗൂഡല്ലൂരൊക്കെ പോകുന്ന വഴി, ഊട്ടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബോർഡെല്ലാം കാണാം. അതൊരു അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ. ശരിക്കും എനിക്ക് പോയൊരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ വൈൽഡ് പ്ലാനറ്റിൻ്റെ ദേവാലയമുള്ള പ്രോപ്പർട്ടി. അത് ഇതിനേക്കാൾ വലിയൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് ശരിക്കും നിൽക്കുന്നത്. ചുറ്റും തേയിലത്തോട്ടവും ഒരു സൈഡ് റിസർവ് ഫോറസ്റ്റുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ അവരുടെ ജീപ്പിൽ വേണം പോകാൻ. ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. ഒരിക്കലും ഞാനും അവിടെ പോകും. അന്ന് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആട്ടോ. പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലാത്ത ചായ. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഡ്രോൺ ഷോട്ടുകളൊക്കെ കണ്ടാലോ. ഞാൻ കാര്യമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാനും ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇതൊന്നുമല്ല കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ശരിക്കും അതിരാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ബാണാസുര മലയിലേക്കുള്ള ഒരു ട്രക്കിംഗ് ഉണ്ടല്ലോ, ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ്. പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ഇതൊക്കെ മിസ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര നഷ്ടമാട്ടോ. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കല്ല, കൂടെ ഒരു നാച്ചുറലിസ്റ്റ് കൂടെ ഉണ്ടാവും. മൂപ്പർ ഈ കാടും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും കാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഗൈസ്, വയനാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മലയായ ബാണാസുര മല ട്രക്ക് ചെയ്ത് ഇറങ്ങാം കേട്ടോ. ബാണാസുരയുടെ വെള്ളമുണ്ട സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തിരിച്ചു വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. വേറൊന്നുമല്ല, എനിക്കങ്ങ് വഴിതെറ്റി. അതായത് ഞാൻ വീഡിയോസൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ വരികയാണേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആദ്യം ഇറങ്ങിപ്പോയി, ഞാൻ മാത്രം ബാക്കിലായി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്ന് വന്ന് ലാസ്റ്റ് എനിക്ക് വഴി മനസ്സിലായില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നേരെ താഴോട്ടൊരു വഴി കാണുന്നുണ്ട്. ഞാൻ ആ വഴി കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി ലാസ്റ്റ് ഒരു കാട്ടിലെത്തി. വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. ഞാൻ കാട്ടിനുള്ളിൽ കൂടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങി വഴി തെറ്റി. ഇനിയിപ്പോൾ ഈ മല പിന്നെയും കയറണം. അങ്ങനെ ഇറങ്ങി ഞാനൊരു ട്രൈബൽസൊക്കെ താമസിക്കുന്ന ഒരു പഴയ ഒരു കുടിലിൻ്റെ മുന്നിലെത്തി കേട്ടോ. ആ വീട് കണ്ടാൽ തന്നെ അറിയാം, വളരെ ഹൈറ്റൊക്കെ കുറഞ്ഞ് ശരിക്കും ട്രൈബൽസ് താമസിക്കുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ നായ്ക്കുട്ടികൾ വന്ന് എന്നെ അങ്ങ് വളഞ്ഞ് ഞാൻ ശരിക്കും പേടിച്ചു പോയി. പാളിയെന്ന് വിചാരിച്ച്. അന്നേരം ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രായമുള്ള ഒരു അപ്പൂപ്പൻ ഇറങ്ങി വന്നു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, കേട്ടാ ഈ റിസോർട്ടിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ മൂപ്പർ കാണിച്ചു തന്ന വഴി കൂടെ ഇറങ്ങി ലാസ്റ്റ് ഞാൻ അതിലും വലിയൊരു കാട്ടിൽ പെട്ട്. അന്നേരമാണ് ശരിക്കും ഞാൻ പേടിച്ചു പോയത്. കാരണം ഒന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെ കയറണം, എങ്ങോട്ട് പോകണം, ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ റിസോർട്ടിലെത്തി. കൈയൊക്കെ മുറിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ട് ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പോലും പറ്റിയില്ല. എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെയാണ് കേട്ടോ ഓർക്കാൻ എപ്പോഴും ഉണ്ടാവുക. അന്നേരം ചിലപ്പോൾ പേടിയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അടിപൊളി ഓർമ്മയായിരിക്കും അത്. ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു ഡോക്ടർ കൂടെ ഉണ്ട്. ഇതാണ് റബീവ് ഡോക്ടർ. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. ID ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് മെയിൻലി നമ്മുടെ ലെഗ് മസിൽസ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. ഈ ലെഗ് കാഫ് മസിൽ എന്നൊക്കെ പറഞ്ഞാൽ പെരിഫറൽ ഹാർട്ടാണ്. ഹാർട്ട് ഇവിടുന്ന് പമ്പ് ചെയ്യുന്നു, തിരിച്ച് ബ്ലഡ് പമ്പ് ചെയ്യുന്ന മസിലാണ്. ഇതിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊരു ട്രക്കിംഗ് പോകണം, മസ്റ്റാണ്. നിങ്ങൾക്കറിയാലോ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ട്രക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഫിറ്റാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇടയ്ക്കൊക്കെ ഒരു ട്രക്ക് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
പലപ്പോഴും മുട്ടുവേദന, ഊരവേദനയൊക്കെ ആയിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിറ്റായിട്ടിരിക്കുക. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലമേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.